എന്ന് അങ്ങനെ പ്രത്യേകിച്ചൊന്നും തോന്നില്ല. ആ ഇല്ല ഇല്ല, അത് പിന്നെ എന്നും അങ്ങനെ തന്നെ അല്ലേ. ഉം. ഉം. ആണോ? എന്നിട്ട് അപ്പൊ എന്താ പറഞ്ഞേ? ഉം. ഇല്ല. ഓ, അതുള്ളതും ഇല്ലാത്തൊക്കെ ഒരേപോലെ അല്ലേ. ഉം. ഉം. ആ, ഒരു ദിവസം ഞാൻ പറയുന്നുണ്ട്. ആ, എന്താ പറയണ്ടേ? ഉം. അതെ അതെ. ഉം. ഉം. ആ, എത്തിയിട്ടുണ്ട്. എനിക്കിങ്ങനെ പേടിയാ. നീ പറ. ഞാൻ എപ്പ വന്നിക്കണ അവിടുത്തെ അവിടെ ആർക്കെ വിളിക്കണേ? ഞാൻ ആർക്കെ വിളിച്ചാ നിങ്ങൾക്ക് എന്താ? ഇന്റെ വാരനോട് ആർക്ക് വിളിക്കണോന്ന് ചോദിക്കണ അധികാരം എനിക്കില്ലേ? ഇല്ല, അധികാരമില്ല. ആർക്ക് വിളിച്ച് ഫോൺ തട്ടിയ? നിങ്ങളുടെ കൂട്ടുകാരെ സന്തോഷിനോട്. സന്തോഷിന് എന്തിനാ വിളിക്കണേ? സന്തോഷിനെ ഞാൻ പലതിനും ചിലപ്പോൾ വിളിക്കുമായിരിക്കും. നിങ്ങൾക്ക് എന്താ? പലതിനും വിളിക്കും. എന്തിന്? നിങ്ങളോട് ഒരു 5-8 മാസം മുൻപേ സന്തോഷിനി പല കൂട്ടുകാരും ഇങ്ങോട്ട് കള്ളുടിക്കാൻ വേണ്ടി ക്ഷണിക്കരുതെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ? പറഞ്ഞിട്ടുണ്ടായിരുന്നോ? നിങ്ങൾ കള്ളും കുടിച്ച് മൂക്കറ്റം കുടിച്ച് മോന്തി അവിടെ അങ്ങോട്ട് കിടക്കും. എന്നിട്ട് ഇവരൊക്കെ പിന്നെ എവിടെയാണ് നിങ്ങളുടെ വിചാരം? എന്റെ ബെഡ്റൂമിലോട്ടാ കയറി വന്നിട്ടുണ്ടായിരുന്നത്. ഇതിനൊക്കെ വളം വെച്ച് താരാ? 100 തവണ നിങ്ങളോട് പറഞ്ഞല്ലേ സന്തോഷിനെ വിളിക്കരുത്, ആരെയും. നിങ്ങൾക്ക് ഇന്ന് എത്ര വേണേലും കുടിച്ചോ, പക്ഷെ വീട്ടിലോട്ട് കയറ്റരുതെന്ന്. എന്നിട്ട് എന്തായി? ഓ, പിന്നെ നിങ്ങളോട് പറയാൻ നിങ്ങൾ എപ്പോഴാ ഇതിന് ബോധത്തോടെ ഉണ്ടായിട്ടുള്ളത്? പല കുടുംബങ്ങളിലും ഇങ്ങനെ തന്നെയാണ്. എനിക്ക് മാത്രല്ല ഇങ്ങനെ. എന്നിട്ട് ഇപ്പൊ സന്തോഷോട് എനിക്ക് നിങ്ങൾ വേണ്ട, ഇനി എനിക്ക് സന്തോഷിനെ മാത്രം മതി. എന്തേ? എനിക്കിനി സന്തോഷിനെ മാത്രം മതി, നിങ്ങൾ വേണ്ട. കള്ളും കുടിച്ച് ബോധമില്ലാതെ കൂട്ടുകാരന്മാർക്ക് തുറന്നു കൊടുക്കണ വാതില് അവരെന്നെ എത്ര പ്രാവശ്യം അബ്യൂസ് ചെയ്യുന്നു നിങ്ങൾക്ക് അറിയോ? ഇനി എനിക്ക് അവൻ മതി. ഞാൻ എടുത്ത തീരുമാനം അത്. നിങ്ങളുടെ കള്ള് സൽക്കാരത്തിന്റെ ബാക്കി പത്ര അത്. എനിക്കിനി നിങ്ങളെ വേണ്ട, എനിക്കിനി അവനെ മതി. ഇന്നെ ചതിച്ചില്ലേ? ചതിയോ? ഈ മാത്രല്ല, സന്തോഷ് ഏറ്റടുത്ത് ചങ്ക. എന്താ നിങ്ങളുടെ അനിയനാ, നിങ്ങളുടെ അച്ഛനാ, നിങ്ങളുടെ ആരെങ്കിലും സന്തോഷ്? ചെറുപ്പം മുതലുള്ള കമ്പനി. മനുഷ്യ, അവൻ വന്ന അന്ന് എന്റെ കയ്യില് കയറി പിടിച്ചിട്ടുണ്ട്. നിങ്ങൾക്കറിയോ? അതിനെങ്ങനെ അറിയാനല്ലേ? കുടിച്ച് ബോധമില്ലാതെ അവിടെ കിടക്കല്ലായിരുന്നു. എന്തിന് പറയണം? ഞാനൊരു 100 വട്ടം നിങ്ങളോട് പറഞ്ഞതല്ലേ ആരും ഇങ്ങോട്ട് കേട്ടരുതെന്ന്. ഏത് കൂട്ടുകാരനും വീടിനുള്ളിൽ കയറിയെന്ന് നിങ്ങളോട് പറഞ്ഞതല്ലേ? എന്നിട്ട് ഇപ്പൊ എന്തുണ്ടായി? ഇനി എനിക്ക് അവന്റെ കൂടെ ജീവിച്ചാൽ മതി. ഇങ്ങനെ ജോലിക്കും പോവാണ്ട് കള്ളും കുടിച്ച് നടക്കുന്നതിനേക്കാളും നല്ലതന്നെ അവൻ.